ഷീബ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത് വിശാഖപട്ടണത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം വീണ്ടും കാണണമെന്ന പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ വിശാഖപട്ടണം ട്രിപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം. അതേപോലെ തന്നെ എൻ്റെ കൂടെ ജോലിയെടുത്ത ജോൺ ആൻഡ് ഫാമിലി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സൈറ്റ്സ് ഒക്കെ കാണാനും ഉണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി ആദ്യം വണ്ടിയൊക്കെ കഴുകി അതിനുശേഷം ഷീൻ്റെ പഠിച്ച നഴ്സിംഗ് സ്കൂളും അതേപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഷീബ ഇവിടെ വിശാഖപട്ടണത്ത് പഠിച്ചിരുന്ന സമയത്ത് കിങ് ജോർജ് ഹോസ്പിറ്റലിലായിരുന്നു അവരുടെ എന്താ പറയുക പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ, അവർക്ക് വർക്കിംഗ് പ്രാക്ടീസ് ഒക്കെ കിട്ടിയിരുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ കറങ്ങി ഷീൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെയൊക്കെ ഈ ഹോസ്പിറ്റലിലും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം സെൻറ്റ് ജോസഫ് സ്കൂളിലെ ഇപ്പോഴത്തെ മാനേജറായ സുനിത മാഡത്തിനെയും പോയി കാണുകയുണ്ടായി. ഇതാണ് വിശാഖപട്ടണത്തെ പ്രശസ്തമായ ആർക്കെ ബീച്ച്. ഇതൊരു സൂപ്പർ ബീച്ച് ഫ്രണ്ട് ആണ്. ആക്ച്വലി നല്ല ഒരു ഏരിയ ആണ്. ഒരുപാട് പിന്നെ നടക്കാനുള്ള സൗകര്യങ്ങൾ വളരെ നീറ്റാണ്. ആൻഡ് ദെൻ അവിടെ തന്നെ ഒരുപാട് മ്യൂസിയംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ഈവനിങ് ഒക്കെ ഈസിലി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണിത്. 1969 അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ പണി കഴിപ്പിച്ചതാണ് ഈ INS കുർസുറ എന്ന സബ്മറീൻ. ഫെബ്രുവരി 2001 31 വർഷത്തെ സർവീസിന് ശേഷം ഇത് ഡീകമ്മീഷൻ ചെയ്ത് ഇപ്പോൾ ഈ ആർക്കെ ബീച്ചിലെ ഒരു പ്രധാന ആകർഷണമായി ഈ മ്യൂസിയം നിലനിൽക്കുന്നു. കുറച്ച് ഷോട്ട്സ് മാത്രമേ ഉള്ളിൽ നിന്നുള്ളത് ഉണ്ടാവുള്ളൂ, കാരണം ഉള്ളില് വീഡിയോസും ഫോട്ടോസും എല്ലാം അവിടെ അല്ല. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ സബ്മറീൻ അറേബ്യൻ സീയിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ജോണും ഭാര്യ എസ്തറും ഞങ്ങളെ ഇന്ന് അവരുടെ വീട്ടിൽ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കൂടെ ഡിന്നറൊക്കെ കഴിച്ച് അന്നത്തെ ബാക്കിയുള്ള ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. രാവിലെ തന്നെ ഞങ്ങൾ വിശാഖപട്ടണത്ത് നിന്നും ചെന്നൈയിലേക്കുള്ള യാത്ര തുടങ്ങി. ഏകദേശം ഇന്ന് 850 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചൊക്കെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഗോദാവരി നദിയുടെ കുറുകെയാണ് പോകുന്നത്. കുറേ ഭാഗത്തൊന്നും വെള്ളമില്ല, എന്നാലും ഈ പാലം കുറച്ച് കിലോമീറ്ററുകൾ ദൂരമുണ്ട്. അപ്പം അതിനിടയ്ക്ക് കുറച്ച് ഭാഗങ്ങളിൽ വെള്ളം കാണാം. It's what you're doing, it's making me feel like I'm falling. And when you're moving, I can hear my calling. There's no one else here that I see but you. It's what you're doing, it's making me feel like I'm falling. Yeah, I'm falling in love. മഹാബലിപുരത്തിനടുത്തുള്ള നെല്ലിക്കുപ്പം എന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ ഷീബയുടെ ചേച്ചിയുടെ മകള് റെനിയും ഹസ്ബൻഡ് ക്രിസ്റ്റിയുടെയും വീട് അവിടെയാണ്. ഞങ്ങൾ ഇത്രയും ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തളർന്നു വരുന്നതിനാൽ തന്നെ അവര് എല്ലാവരും കൂടെ അവിടെ സ്റ്റേ ചെയ്യാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസത്തെ റെസ്റ്റ് ആവശ്യമാണ്. പുതുതായി നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേസിൽ സ്ട്രാറ്റജിക് ആയിട്ടും അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പർപ്പസസിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ എയർ സ്ട്രിപ്സ് പല ഭാഗങ്ങളിൽ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് ഓങ്കോളിനടുത്തുള്ള ഒരു എയർ സ്ട്രിപ്പാണ്. ഇത് നാഷണൽ ഹൈവേ 16 ഓങ്കോളിന് ശേഷം മുന്നോട്ട് പോകുമ്പം തങ്കത്തൂരു എന്ന് പറഞ്ഞിട്ടൊരു ടോൾ പ്ലാസയ്ക്ക് മേലെ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ആ ടോൾ പ്ലാസേന്റെ മേലെയുള്ള എന്താ പറയുക ഒരു റെസ്റ്റോറൻറ്റും കഫേയും കുറച്ച് ഷോപ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിടെ കയറി നല്ല ആന്ധ്ര ലഞ്ച് കഴിച്ചു. താഴെ പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഇവിടെ ലിഫ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ സൈഡിലുള്ള സ്റ്റെയർസും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ചെന്നൈയിലെ നെല്ലിക്കുപ്പത്ത് എത്തുന്നു. അവിടെ ഞങ്ങളെ സ്വീകരിച്ചത് ഷീയുടെ ചേച്ചിയും ചേട്ടനുമാണ്. ചേച്ചിയുടെ മകള് റിനി ഓഫീസിൽ നിന്ന് നേരത്തെ എത്തി. അതേപോലെ തന്നെ റിനിയുടെ ഹസ്ബൻഡ് ക്രിസ്റ്റിയും നേരത്തെ ഓഫീസിൽ നിന്ന് വന്നു. അതിനുശേഷം ഞങ്ങൾ അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് റെസ്റ്റ് എടുക്കുകയുണ്ടായത്. കഴിഞ്ഞ 2 ദിവസം ഞങ്ങളെ ചേച്ചിയും ചേട്ടനും കൂടെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് റെസ്റ്റ് എടുപ്പിച്ച്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ലോഡ് തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫോക്കസ്. ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ വൈകുന്നേരം ടെറസിൻ്റെ മേലെ നിന്ന് റാന്തൽ പറപ്പിക്കുന്നതാണ്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ വളരെ ആസ്വദിച്ച് കുറേ നേരം എടുത്ത്, കുറേ എണ്ണം താഴെ പോവും, ചിലതൊക്കെ പൊന്തി പോവും. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ പറയട്ടെ, ഇതിനടുത്ത് അധികം വീടുകളില്ല, അതുകൊണ്ട് സേഫായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ VIT ചെന്നൈയിൽ പഠിക്കുന്ന ഞങ്ങളുടെ ദാമോസിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ദാമോനെയും കണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ മഹാബലിപുരം പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തു. നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്നും മധുരയിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ ജോയിൻ ചെയ്യാനിരുന്നതായിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളായ പ്രശാന്തും ബീത്തിയും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത വിഷമം തീർക്കാനായി മക്കളെയും കൂട്ടി 2 ദിവസം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഓൾ ദ വേ ടു മധുരൈ വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ തന്നെ മധുരയിൽ നിന്നും രാമേശ്വരത്തേക്കുള്ള യാത്ര തിരിച്ചു. വഴിയിൽ നിന്ന് എവിടെയോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ മണ്ഡപം എന്ന സ്ഥലം എത്തുന്നതിന് മുൻപ് അറിയാമൻ ബീച്ച് എന്ന ഒരു ഡൈവേർഷൻ എടുത്ത് ആ ബീച്ചിലേക്ക് എത്തി. യൂസർ ഫീ ഒക്കെ ഉള്ള ബീച്ചാണെങ്കിലും ഞങ്ങളെ നിരാശപ്പെടുത്തിയത് അവിടുത്തെ തീരെ വൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഏതായാലും അവിടെ നിന്ന് വൃത്തികേടുകളൊന്നും കാണാത്ത രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതാണ് പ്രശസ്തമായ പാമ്പൻ ബ്രിഡ്ജ്. ഇത് പാമ്പൻ ദ്വീപിലുള്ള രാമേശ്വരവും അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തുള്ള മണ്ഡപത്തെയും കണക്ട് ചെയ്യുന്നു. 1914 ബ്രിട്ടീഷിന്റെ ഭരണകാലത്താണ് ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത്. അന്ന് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജും അതേപോലത്തെ ഏറ്റവും ലോങ്സ്റ്റ് സീ ബ്രിഡ്ജുമായിരുന്നു. 1964 ഉണ്ടായിരുന്ന ഒരു സൈക്ലോണിൽ ഈ ബ്രിഡ്ജിന് ഒരുപാട് ഡാമേജസ് ഉണ്ടായി. അതിനുശേഷം ഇത് റിപ്പയർ ഒക്കെ ചെയ്തിട്ട് 2019 ഇത് റീഓപ്പൺ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത് ഇതിനിടയിൽ 1988 ഏകദേശം 2 കിലോമീറ്ററാണ് ഈ ബ്രിഡ്ജിന്റെ നീളം.
എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ ഓടുന്നത് 2018 ഞാൻ ഒറ്റയ്ക്ക് ഇതുവഴി സൈക്കിളിൽ വന്നപ്പോഴാണ്. ഷീയും മക്കളും അന്ന് കാറിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയ കപ്പലുകൾക്കും അതേപോലെ തന്നെ വലിയ ബോട്ടുകൾക്കും ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാമ്പൻ ബ്രിഡ്ജിന്റെ മധ്യഭാഗം ഉയർത്താൻ സാധിക്കുന്നതാണ്. രാവിലെ തന്നെ റോമിൽ നിന്ന് ഒരു ബ്ലാക്ക് കോഫിയും കുടിച്ച് ഞങ്ങൾ സൺറൈസ് കാണുന്നതിനായി ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിച്ചു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ധനുഷ്കോടിയിലൂടെയാണ്. ആദ്യം നമുക്ക് അരുച്ചൽ മുനൈ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടെ ദൂരമുണ്ട്. അവിടെ ചെന്ന് സൺറൈസ് കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ തിരിച്ചു വരാൻ. അരിച്ചൽമുനയോട് അടുക്കുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് ബേ ഓഫ് ബംഗാളും വലതുവശത്തായിട്ട് ഗൾഫ് ഓഫ് മാന്നാർ സീയുമാണ് കാണുക. ഗൾഫ് ഓഫ് മാന്നാർ സീ ഇന്ത്യൻ ഓഷ്യനിലാണ്. ഇതാണ് അരിച്ചൽമുനൈ. ഞങ്ങളെപ്പോലെ തന്നെ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സൺറൈസ് ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോഴേക്കും കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ കച്ചവടങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം പരിസരമൊക്കെ തീരെ വൃത്തിയില്ലാതെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 1964 ഉണ്ടായിരുന്ന സൈക്ലോൺ ഉണ്ടാകുന്നത് വരെ ധനുഷ്കോടിയിൽ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. ആ സൈക്ലോൺ ഉണ്ടായപ്പോഴാണ് ഇവിടുത്തെ എന്താ പറയുക ഈ പള്ളിയും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ നശിച്ചു പോയത്. അതിനുശേഷം ഇതൊരു ഗോസ്റ്റ് ടൗൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും അധികം ആരും ഇവിടെ താമസിക്കുന്നില്ല. രാമേശ്വരത്തെ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു.
വേളാങ്കണ്ണി പള്ളിയും അവിടുത്തെ ബീച്ചും ഒക്കെ കണ്ടതിന് ശേഷം പ്രശാന്തും ബീത്തയും സോനും അക്കുവും കൂടെ അവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ അന്നേ ദിവസം അവിടെ ഹോട്ടലിൽ തങ്ങുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ സേഫ്റ്റിയെ പറ്റി ഏറ്റവും കൂടുതൽ ആങ്ഷ്യസ് ആയിരുന്ന രണ്ടുപേരാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളായ നാരായണേട്ടനും നളിനി ചേച്ചിയും. ചെന്നൈയിൽ നിന്നും കോഴിക്കോടേക്കുള്ളത് യാത്ര ഞങ്ങളുടേത് കോയമ്പത്തൂർ വഴി ആയതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തുകൂടെ കയറിയിട്ട് വേണം പോകാനെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ 2 ദിവസം അവിടെ അവരുടെ കൂടെ തങ്ങി ഈശായോഗ സെൻറ്ററിലൊക്കെ പോയി വളരെയധികം ഹാപ്പി ആയിട്ട് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കോഴിക്കോടേക്ക് മടങ്ങി. ഇത് ഞങ്ങളുടെ ഈ യാത്രയിലെ അവസാന ദിവസവും അതേപോലെ തന്നെ ഈ യാത്രയിലെ 47ാമത്തെ ദിവസവും കൂടിയാണ്. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോടേക്ക് തമിഴ്നാട് ജസ്റ്റ് ക്രോസ് ചെയ്ത് കേരളത്തിലേക്ക് കയറുകയാണ്. ഞങ്ങള് വീട് എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് മടങ്ങണോ അതോ ഈ യാത്ര ഇനിയും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള സംശയത്തിലാണ്. കാരണം ഇത്രയും ദിവസം ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ വീട് ഈ വണ്ടി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ യാത്ര നിർത്താൻ തോന്നാത്ത ഒരു മനസ്സോടുകൂടിയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഉഷ ഞങ്ങളെ കാത്തു നിൽക്കുന്നത് കാണാമായിരുന്നു. ശ്രീകുട്ടിയും ദേവുവും ദച്ചുവും കൂടെ ഞങ്ങളെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. ഇത്രയും ദിവസം ഞങ്ങളെ മിസ് ചെയ്ത മെല്ലോ ഞങ്ങളെ കണ്ടപ്പം അവന് എന്താ കാണിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ എന്താ പറയുക എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായ ജിക്കിയും ആൻസിയും ഞങ്ങളെ അവരുടെ വീട്ടിൽ ക്ഷണിച്ച് ഞങ്ങൾ ഒന്നിച്ചാണ് അന്ന് ഡിന്നറൊക്കെ കഴിച്ചത്. അടിപൊളി അടിപൊളി, താങ്ക് യു സോ മച്ച്. ആസാമി സ്റ്റൈലിലുള്ള സ്വീകരണമായിരുന്നു അജിത്തും നമിതയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് തന്നത്. എത്രയോ ദൂരങ്ങൾ സഞ്ചരിച്ചു, എത്രയോ നേരങ്ങൾ പിന്നിട്ടു. പക്ഷേ
ഇതുവരെയുള്ള യാത്ര മതിയാവുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും കാണാനുള്ളതും അനുഭവിക്കാനുള്ളതും ബാക്കി തന്നെ. പിന്നീട് എപ്പോഴെങ്കിലും.